ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എല്ലാവർക്കും ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും. അത്തരങ്ങൾ തുടർന്ന് ഈശ്വരനാമം സ്തുതിച്ച് വായിച്ചു. ദൈവമേ, ഈ ആരാധന നിമിഷങ്ങളിലുള്ള പ്രവേശിക്കാനായി പോകുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും നിയോഗത ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദേവാലയത്തിന്റെ വികാരിയും എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സമൂഹത്തിലുള്ള ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നീ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളേക്ക് ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മക്കളുടെ മേലേക്ക്, നമ്മുടെ സ്വന്തക്കാരുടെ മേലേക്ക്, നമ്മുടെ മാതാപിതാക്കളുടെ മേലേക്ക് നിറയുവാനാണ്, നമ്മുടെ കുടുംബത്തിന്റെ മേലേക്ക് നിറയുവാനാണ്. എല്ലാവരും എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണല്ലേ? പ്രാർത്ഥിക്കോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമല്ലേ? കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. ഞായറാഴ്ചകളിൽ ജപമാലകളിൽ പ്രാർത്ഥിക്കും. നൊവേനകളിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അയച്ചോട് പ്രാർത്ഥിക്കും അല്ലേ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥന ഉരുവിട്ടിരിക്കുന്നവരാണ്. എന്നാൽ 2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണുവാനായിട്ട് ഒരു പെൺകൊച്ച്, ഏതാണ്ട് 20 വയസ്സുണ്ടാകും, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് എൻട്രൻസിന് വേണ്ടി അവൾ തയ്യാറാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് പഠിക്കുന്നത്. ഇവിടെ ഈ നാട്ടിലുള്ളതാണ്, ഈ അടൂർ ഭാഗത്തുള്ളതാണ് ആ പെൺകൊച്ച്. ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്, ഞാനിനി പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അപ്പൂപ്പനെ രക്ഷിക്കാത്ത ദൈവത്തിന് മുമ്പിൽ ഞാനിനി പ്രാർത്ഥിക്കത്തില്ല. അവളിങ്ങനെ പറഞ്ഞോളുന്നത് ഇങ്ങനെയാണ്, ഞാൻ അച്ഛനെ കാണാൻ വന്നത് എൻ്റെ അമ്മയുടെ നിർബന്ധം മൂലമാണ്. അവൾ പറയുന്നു, ഞാൻ കുഞ്ഞുനാൾ മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ അപ്പൂപ്പനിൽ നിന്നാണ്. ഞാൻ കുഞ്ഞുനാളിൽ കട്ടിലിൽ നിന്ന് ഉറക്കമുണർത്ത് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വീട്ടിൻ്റെ തിരുഹൃദയ നടയ്ക്ക് മുമ്പിലായിട്ട് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൂപ്പനെയാണ്. എല്ലാ ദിവസവും തുടർന്ന് പ്രാർത്ഥിച്ചാണ് എഴുന്നേൽക്കുന്നത്. അതിനുശേഷം കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് ശേഷം ഇത്തിരി നേരം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കും. തിരികെ വരും. വീടിൻ്റെ പരിസരത്ത് കുറച്ച് കൃഷി സ്ഥലമുണ്ട്, കൃഷിയൊക്കെ ചെയ്യും. എന്നിട്ട് സന്ധ്യയാകുമ്പോൾ അടുത്തുള്ള കുരിശടിയിൽ പോയി തിരി കത്തിച്ച് കുടുംബം പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ പറയുകയാണ്, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പൂപ്പന് ക്യാൻസർ വരുന്നത്. ഇത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്ന് നിന്ന എൻ്റെ അപ്പൂപ്പന് എന്തിനാണ് ദൈവം ഈ അസുഖം നൽകിയത്? എന്നിട്ട് അസുഖം മാറുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു ദൈവത്തോട്. എന്നാൽ ഓരോ ദിവസവും കഴിയുമ്പോൾ അപ്പൂപ്പന്റെ ഈ രോഗം കൂടിക്കൂടി വരികയായിരുന്നു. ഏറ്റവും അവസാനം ഞാൻ പോലും ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പൂപ്പൻ മരിച്ചു പോകുവാനായിട്ട്. കാരണം അപ്പൂപ്പൻ അത്രത്തോളം സഹനത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോയി. ക്യാൻസർ വന്ന് ഏതാണ്ട് 2 വർഷത്തോളം മരണതുല്യമായ ഒരു ജീവിതാവസ്ഥയിലൂടെയാണ് അപ്പൂപ്പൻ പോയത്. അങ്ങനെ +2 പഠനത്തിന്റെ അവസാനമായപ്പോഴാണ് അപ്പൂപ്പൻ ദൈവസന്നിധിയിലേക്ക് പോയത്. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പിന്നീട് +2 പഠനം കഴിഞ്ഞ് ഡിഗ്രിയും സിവിൽ സർവീസ് എൻട്രൻസിന് പഠിക്കുവാനായിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നിയന്ത്രിക്കുവാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് നിർത്തി. ഇപ്പോൾ എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഒട്ടുമില്ലാതെയായിരിക്കുന്നു.
അവിടെ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ പോയി, വയറുവേദനയായിട്ടാണ്. എൻ്റെ വലിയൊരു ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വല്ലാതെ ഭാഗത്ത് കരയുന്നുണ്ടായിരുന്നു. ഞാൻ കരയുമ്പോൾ എൻ്റെ മുമ്പിലൊരു ത്രിഹൃദയത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകന്നു പോയി എന്ന്. കാരണം ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാളില് ഒരു അസുഖം വന്നാൽ, ഒരു ആപത്ത് വന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ആ രോഗങ്ങൾ മാറ്റുവാനായിട്ട്. എന്നാൽ എൻ്റെ അപ്പുറത്തെ രക്ഷിക്കാത്ത, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്ത ദൈവത്തിന് മുമ്പിൽ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് തോന്നുന്നില്ല എന്ന്. ഒരു പക്ഷേ ആ ഒരു കുട്ടിയുടെ പ്രാർത്ഥന, ഒരു അനുഭവം പക്ഷെ നമുക്കൊക്കെ എല്ലാവർക്കും വരാവുന്ന ഒരു അനുഭവങ്ങളാണ്. പലപ്പോഴുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. സഹനങ്ങള്, വേദനകള് മനുഷ്യനെ 3 വ്യത്യസ്ത രീതികളിലാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ഒന്ന്, സഹനം അവനെ ഇല്ലാതാക്കുമെന്നാണ്, ജീവിതത്തില് സഹനം നിങ്ങളെ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവോ, പ്രത്യാശ നഷ്ടപ്പെട്ടുവോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാലങ്ങളൊക്കെ കടന്നു വരും. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല, ദൈവം എനിക്ക് എന്നെ വേണ്ട, ദൈവം പോലും ഉപേക്ഷിച്ചെന്നുള്ള തോന്നലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് ഒന്നാമത്തെ തലമാണ്. അതായത് സഹനം നമ്മളെ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. എന്താണ് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്? എല്ലാറ്റിനെയുള്ളതാണ്. അത് നിങ്ങൾക്കൊരു പുതിയ പ്രകാശം നൽകും. മൂന്നാമതായി സഹനം നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നു, നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പൊ നമ്മളിന്ന് ഒന്നാമത്തെ തലം നോക്കാം. എപ്രകാരമായിരിക്കും സഹനം നിങ്ങളെ നശിപ്പിക്കുന്നത്? നമ്മൾ ഓർക്കുക, നമ്മുടെ ഇടവകയിലാകട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാകും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, എന്നാൽ ജീവിതത്തിൽ അപ്രത്യക്ഷമായി കടന്നു വരുന്ന ചില സഹനങ്ങൾ, ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നതാകാം, ചില രോഗങ്ങളാകാം, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകാത്ത ചില സംഭവങ്ങളാകാം നമ്മുടെ ജീവിതത്തിൽ. അത് പക്ഷെ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുമെന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാകും. പിന്നീട് പ്രാർത്ഥിക്കുവാനോ പള്ളിയിൽ പോകുവാനോ ഒന്നും നമുക്ക് തോന്നാത്ത അവസ്ഥകൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കാവുന്നതാണ്. നമ്മൾ എത്രയോ പ്രാർത്ഥിച്ചിട്ടും ചില പ്രാർത്ഥനകൾ കേൾക്കാതെ വരുമ്പോൾ ആ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഒന്നാമത്തെ തലമാണ്, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഇതിലൂടെ എല്ലാറ്റിനെയും സഹനം നിങ്ങൾക്ക് ഒരു പുതിയ പ്രകാശം നൽകുമെന്നുള്ളതാണ്. ഇവിടെ ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തില് ഇവിടെ ഒരു ഉപമ വായിക്കുന്നുണ്ട്. ഏത് ഉപമയാണ് വായിക്കുന്നത്? 3 നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് 15-ാം അധ്യായത്തില് പറയുന്നത്? ലൂക്കാ സുവിശേഷത്തിലെ മൊബൈലൊക്കെ നോക്കുന്നില്ല. 3 നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആട് നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നീട് പൈസ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ധൂർത്തപുത്രന്റെ ഉപമ. ഈ ധൂർത്തപുത്രന്റെ ഉപമയില് ഈ ഇളയ മകൻ തന്റെ പിതാവിന്റെ പക്കൽ നിന്ന് തനിക്ക് അവകാശമായ സമ്പത്തെല്ലാം നേടിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്നു. ആർഭാടകരമായ ഒരു ജീവിതം നയിക്കുന്നു. ആ സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് തെരഞ്ഞു വശിക്കുമ്പോൾ കളിക്കാനായിട്ട് ഒന്നുമില്ല എന്ന്. അങ്ങനെയാണ് അവൻ ആ നാട്ടിലൊരു പ്രമുഖനായ ഒരാളെടുത്ത് പോയിട്ട് പന്തികളെ നയിക്കുവാനായിട്ട് പോകുന്നത്. അതിന്റെ തവിടെങ്കിലും കൊണ്ട് വിശപ്പടക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവൻ അതുപോലെ കിട്ടാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് നിന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ പേരാണ് സുരക്ഷിതമായി ജീവിക്കുന്നതെന്ന്. അങ്ങനെ അവൻ തിരികെ വരുവാനായിട്ട്, പിതാവിന്റെ അടുത്തേക്ക് തിരികെ വരുവാനായിട്ട് സന്നദ്ധനാകുകയാണ്. അപ്പോൾ ചില സഹനങ്ങള്, ചില വേദനകള് നമുക്ക് പുതിയ പ്രകാശം നൽകുമെന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ആവശ്യത നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നുള്ളതാണ്.
നമുക്ക് ദൈവത്തെ ആശ്രയിക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് ആ ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട്, പിതാവിന്റെ അടുത്തേക്ക് തിരികെ വരുവാനായിട്ട് കാരണമായത് അവൻ കടന്നുപോയ അനുസഹനമായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതേ അവസ്ഥയിലേക്ക് കടന്നു വരും. ചില സഹനങ്ങൾ നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ സഹനങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരിക്കലും അറിയാവുന്ന ഒരു കുടുംബമാണ്. ഒരു ഭാര്യയും ഭർത്താവും ആണുള്ളത്, ഒരു മകനുമുണ്ട്. കല്യാണം നാഴിച്ച നാള് മുതൽ ഈ ഭർത്താവ് മദ്യപാനത്തിന് അടിമയാണ്. അതൊന്നും മദ്യപിക്കുമായിരുന്നു. പക്ഷെ ഈ സ്ത്രീക്കറിയത്തിലായിരുന്നു അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് ഒരുമിച്ചാവുന്നത്. എന്നിട്ട് ഈ സ്ത്രീ ഒത്തിരി പ്രാർത്ഥിക്കുന്നതായിരുന്നു. ആ സ്ത്രീ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ചേർന്നതായിരുന്നു. പക്ഷെ ഈ ഭർത്താവ് പലപ്പോഴുമൊക്കെ ഈ പള്ളി പോകുന്നതിന് തടസ്സം പറയും. വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ കുടിച്ചു വന്നിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനകൾ പാതിവഴി നിർത്തുവാനായിട്ട് അങ്ങനെ ബലപ്രയോഗവും എല്ലാം ചെയ്യുവാനായിരുന്നു. ഒത്തിരി സഹായത്തോടെ പോവുകയാണ്. ഇവർ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു തന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിനായിട്ട്. അങ്ങനെ രോഗത്തോട് ചേർന്നത് ജോലിയായിരുന്നു. അപ്രത്യക്ഷമായി ഈ ജീവിത പങ്കാളിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെ രോഗാവസ്ഥയിലാകുന്ന മരണത്തിന് തുല്യമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ സ്ത്രീ നിരന്തരമായിട്ട് ഈ ഭർത്താവിന്റെ അരികിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇയാൾക്ക് ബോധം വരുമ്പോൾ ഇടവകയിൽ വിചാരിച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇയാള് ആ പ്രാർത്ഥനയ്ക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അച്ഛൻ പോയി കഴിയുമ്പോൾ ഈ പാരമ്പര്യ എന്തിനാണ് നീ വൈദ്യനെ വിളിച്ചത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവർ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ രോഗത്തിൽ നിന്നൊക്കെ പയ്യെ വിടുവിട്ടപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാൻ എത്രയോ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഒന്ന് കുമ്പസാരിച്ചു കൊള്ളുകയാണ്. അങ്ങനെ ഈ ജീവിത പങ്കാളുടെ നിർബന്ധം മൂലം ഈ ചേട്ടൻ കുമ്പസാരിക്കുവാനായിട്ട് സന്നദ്ധനാവുകയാണ്. വൈദികനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിയാണ് കുമ്പസാരിക്കുന്നത്. കുമ്പസാരിച്ച് കുറെ കഴിയുമ്പോൾ പിന്നീട് എല്ലാ ആഴ്ചയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പിന്നീട് ആ രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തനായി പയ്യെ നടന്നു തുടങ്ങുമ്പോൾ പയ്യെ പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങുന്നു. അന്ന് വരെയും ജീവിത പങ്കാളി പള്ളിയിൽ പോയതിന്, വീട്ടിൽ പ്രാർത്ഥിച്ചതിന് വഴക്കുണ്ടാക്കി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന ഈ ഒരു ജീവിത പങ്കാളി ഈ ചേട്ടൻ പയ്യെ പ്രാർത്ഥിക്കുവാനായിട്ട് വീട്ടിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നീട് വഴക്കാവാനായിട്ട് തുടങ്ങി. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ സന്നദ്ധനാവുകയാണ്. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ, ചില രോഗപീഠങ്ങൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമെന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ തലം എന്നത്. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ചെയ്യുന്നതാണ്. സഹനം നിങ്ങൾക്ക് പുതിയൊരു ശക്തി നൽകുന്നതാണ്, പുതിയ പ്രകാശം നൽകുന്നതാണ്. മറിച്ച് നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട്, ദൈവത്തിൽ ശരണപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ തലം. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് നമ്മളൊക്കെ എത്തിച്ചേരേണ്ടത്. വിശുദ്ധന്മാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധന്മാരും സഹനത്തിലൂടെ കടന്നുപോയവരാണ്. ക്രിസ്തുനാഥൻ വിളിച്ച 12 അപ്പോസ്തലന്മാര്, ഈ 12 അപ്പോസ്തലന്മാരും ക്രിസ്തുനാഥന്റെ കൂടെയായിരുന്നപ്പോൾ സഹനത്തെ പറ്റി പറയുമ്പോൾ അവർ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായില്ല. ക്രിസ്തുനാഥൻ 3 ഘട്ടമാണ് അപ്പോസ്തലന്മാരോട് പറയുന്നത്, ഞാൻ പീഡാസനം ഏറ്റെടുക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുമെന്നൊക്കെ. അപ്പൊ പത്രോസ് പറയുന്നത് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. എന്നാൽ ഈ അപ്പോസ്തലന്മാര് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം അവിടത്തേക്കുണ്ടായ അവിടുന്ന് പരിശുദ്ധാത്മാവ് അവരുടെയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ധീരതയോടുകൂടി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പോകുമ്പോൾ അവർക്ക് നല്ല ജീവിതാനുഭവങ്ങളൊന്നും അല്ലായിരുന്നു. ദുസ്സഹമായ വേദനകളും പീഡനങ്ങളും ഒക്കെയാണ് അവർ ആ യേശുവിനെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്നത്. എന്നിട്ട് പോലും അവര് ആ സഹനത്തിൽ നിന്ന് മാറാതെ നിന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ സഹനങ്ങൾ അവരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തതെന്നുള്ളതാണ്. പലപ്പോഴുമൊക്കെ നമ്മുടെ പരാതി എന്താണ്? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള പരാതി നമുക്ക് പലപ്പോഴും ഉണ്ട്, അല്ലേ? ദൈവം നമ്മളെ കേൾക്കുന്നില്ല, ദൈവം നമ്മളോട് കൂടെയില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയും. അപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ
അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ ഭയം, നാളെ കുറിച്ചുള്ള ആകുലതകൾ എന്ത് പറ്റും? നമ്മുടെ അരികിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകും എന്നുള്ളതാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അരികിലുണ്ട്. പക്ഷെ എന്ത് പറ്റും? ഈ കൂടെയുള്ള ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോകും. വചനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുനാഥന്റെ ഉയർപ്പിന് ശേഷം, ക്രിസ്തുനാഥനെ കണ്ടവരുടെ ശേഷം ക്രിസ്തുനാഥനെ ആദ്യം കാണാൻ വേണ്ടി ഓടി വരുന്ന ആരൊക്കെയാണ്? ഒരു സ്ത്രീ കാണുക വരുന്നില്ലേ? ഏത് സ്ത്രീയാണ് കല്ലറയ്ക്ക് മുമ്പിലേക്ക് ഓടി വരുന്നത്? ഏത് സ്ത്രീ കടന്നു വരുന്നത്, ഓടി വരുന്നത്? മഗ്ദലന മറിയം വരുന്നുണ്ട്. മഗ്ദലന മറിയം വന്നിട്ട് ആ ശവകുടീരത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു ഉണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കാണുന്നുണ്ട്? തിരിഞ്ഞു നോക്കാത്ത ഒരാളെ കാണുന്നുണ്ട്. ആരാ നിൽക്കുന്നു പുറകില്? ക്രിസ്തു ആരും നിൽക്കുന്നു. പക്ഷെ അവൾക്ക് അത് ക്രിസ്തുവാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ തെറ്റിദ്ധരിക്കുകയാണ് അത് തോട്ടക്കാരനാണ്. കാരണം അവൾ ക്രിസ്തുവിനെ അന്വേഷിച്ചത് നിറകണ്ണോടുകൂടിയാണ്, കണ്ണുനീരോടുകൂടിയാണ് അവള് ക്രിസ്തുവിനെ അന്വേഷിക്കുവാനായിട്ട് ഈ ശവകുടീരത്തിലേക്ക് വരുന്നത്. കാരണം ക്രിസ്തു മരിച്ച് അവൻ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയാണ്. അപ്പൊ അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ കണ്ണീരോടുകൂടി അവൾ ദൈവത്തെ അന്വേഷിച്ചിരിക്കുകയാണ്. അപ്പൊ തൊട്ടരികില് ക്രിസ്തുനാഥിനെ വന്ന് നിൽക്കുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന മഗ്ദലന മറിയം. അവിടെ അവള് പറയുന്നുണ്ട്, തോട്ടക്കാരനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവള് പറയുകയാണ്, നീ എന്റെ നാഥനെ ക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പോയിട്ട് പറ, ഞാൻ അവരെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന്. അപ്പോൾ കണ്ണുനീരുകൾ പലപ്പോഴും നമ്മുടെ അരികിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുമെന്നുള്ളതാണ്. പിന്നീടാണ് അവൾ തിരിച്ചറിയുന്നത് അത് ഉന്നതനായ ക്രിസ്തുവാണെന്ന്. അങ്ങനെ പിന്നീട് അവള് അപ്പോസ്തലന്മാരോട് പറയുവാനായിട്ട് പോകുന്നുണ്ട്. അതേ അനുഭവം തന്നെയാണ് എമ്മാവുസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാര്. എമ്മാവുസിലേക്ക് അവർ ഭയം കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ജെറുസലേമിൽ നിന്ന് ഭയത്താലും പേടിയാലും അവര് എമ്മാവുസിലേക്ക് പോവുകയാണ്. കാരണം അവരെ വിശ്വസിച്ചിരുന്ന ദൈവപുത്രനായ ക്രിസ്തു മരിച്ചു. ഇനി അവർക്ക് ഭയമാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെ പീഡിപ്പിക്കപ്പെടുമെന്നുള്ള ഭയനിമിത്തം കൊണ്ട് അവർ എമ്മാവുസിലേക്ക് യാത്ര പോവുകയാണ്. പക്ഷെ എമ്മാവുസിലേക്ക് യാത്ര പോകുന്ന ഈ ശിഷ്യന്മാരോട് കൂടെ ക്രിസ്തുനാഥൻ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല അത് ക്രിസ്തുവാണ് അവരുടെ കൂടെ നടക്കുന്നത്. അവർ ചോദിക്കുന്നത്, ഈ ജെറുസലേമിൽ നടന്ന സംഭവം എന്ന് അറിഞ്ഞാൽ വിചാരണയാണോ ചെയ്യുന്നത്? പലപ്പോഴും നമ്മുടെ ഭയം, അല്ലെങ്കിൽ നാളെ എന്തായിത്തീരും, അല്ലെങ്കിൽ നമ്മുടെ ആകുലതകൾ, കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഒക്കെ നടക്കുന്നത്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സഹനത്തില്, നമ്മുടെ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ, നമ്മുടെ വേദനകളിലൊക്കെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും നമുക്ക് അത് തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് വരിക. ക്രിസ്തുനാഥൻ പത്രോസിനെയും യോഹന്നാനെയൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. പല ഉപേക്ഷിക്കുന്നു, പണ്ടം ഉപേക്ഷിക്കുന്നു, മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നു, എല്ലാം ഉപേക്ഷിച്ച് 3 വർഷം ക്രിസ്തുനാഥന്റെ കൂടെ നടന്നവരാണ് ഈ അപ്പോസ്തലന്മാരൊക്കെ. എന്നാൽ ക്രിസ്തുവിന്റെ മരണം അവരെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. എല്ലാം ഉപേക്ഷിച്ചു വന്നവരാണ്. എന്നാൽ നാളെ എന്തായിത്തീരും? അവർക്ക് നാളെ ഭക്ഷണത്തിനൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അവന്റെ വാക്കുകളും കേട്ട് ജീവിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഉപേക്ഷിച്ചു അതിലേക്ക് അവർ തിരികെ പോവുകയാണ്. വെള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നു. അധ്വാനിച്ച് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടാതെ വരികയും കരയ്ക്ക് അവര് വല വൃത്തിയാക്കുമ്പോൾ വീണ്ടും ക്രിസ്തുനാഥൻ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 3 വർഷം കൂടെ നടന്നവരാണ് അപ്പോസ്തലന്മാര്. എന്നിട്ടും അരികിലേക്ക് ക്രിസ്തുനാഥൻ വരുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. കാരണം നാളെ കുറിച്ചുള്ള ആകുലതകളാണ്. നാളെ കുറിച്ചുള്ള ആകുലതകൾ കാരണം തന്നെ അവരുടെ അരികിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോവുകയാണ് ഈ അപ്പോസ്തലന്മാര്. അവരോട് പറയുകയാണ്, പല ദിവസത്തേക്ക് വലയിറക്കുവാനായിട്ട് പറയുമ്പോൾ അവർ വലയിറക്കുന്നു. വല നിറയെ മനസ്സിൽ നിന്ന് കിട്ടുന്നു. അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത് അത് ക്രിസ്തുവാണ്. അപ്പോഴാണ് പത്രോസും മറ്റു ശിഷ്യന്മാരൊക്കെ തിരിച്ചറിയുന്നത് തങ്ങളുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ അരികിൽ നിൽക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത് ആ നിമിഷത്തിലാണ്. തോമാസ് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ആ മുഖത്തിലില്ലായിരുന്നു. ബാക്കി അപ്പോസ്തലന്മാരെല്ലാം പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനെ കണ്ടു, ബുദ്ധനായ ക്രിസ്തുവിനെ കണ്ടെന്ന് പറയുമ്പോൾ ഈ സംശയം മൂലം തോമാസ് പറയുകയാണ്, അവന്റെ കയ്യിലെ ആണിപ്പഴുതുകളിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിന്റെ കൈ വെക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ലായിരുന്നു.
അപ്പോൾ സംശയം പലപ്പോഴും തോന്നും, അടിയിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകും. ദൈവമുണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ എന്താ പറ്റും? ഈ സംശയങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ, ആകുലതകൾ, നാളെ കുറിച്ചുള്ള ഭയങ്ങൾ നമ്മുടെ അരികിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ തിരിച്ചറിയുക, ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരും, വേദനകൾ കടന്നു വരും. ഈ സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നത് 3 രീതിയിലാണ്. ഒന്നിന് പറ്റും, ഇപ്പോൾ സഹനം നിങ്ങളെ നശിപ്പിച്ചു കളയും, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിക്കും, നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കും, ദൈവത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അകറ്റും. രണ്ടാമതായി എല്ലാറ്റിനും നിങ്ങൾ പുതിയ പ്രകാശം നൽകുമെന്നാണ്. ആ തോട്ടപുത്രന്റെ ഉപമയിലെ പോലെ ആ ഇളയ മകനെ തന്റെ ദുരിതത്തിന്റെ അവസ്ഥയിലാണ് ആ പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പിതാവിന്റെ അടുത്തേക്ക് വരുന്നത്. ചിലപ്പോൾ സഹനങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത് ഒരു പുതിയ പ്രകാശം നൽകുവാനായിട്ടാണ്, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ട്, ദൈവത്തിലേക്ക് തിരികെ വരുവാനായിട്ടാണ്. മൂന്നാമതായിട്ട് സഹനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. സഹനം നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സഹനം നമ്മളെ വഴി നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ സഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹനങ്ങൾ വരുമ്പോൾ എന്റെ ജീവിതത്തിൽ അത് പ്രകാരമാണ്, എന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാറുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു പുതിയ പ്രകാശം നൽകാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്. സഹനങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്നാൽ ആ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഈശോയോട് കൂടുതൽ ചേർന്നതുകൊണ്ട്, കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാനാണ് നമ്മളെ പറയുകയാണ്. എന്നാൽ സഹനങ്ങൾ വരുമ്പോൾ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നത്, സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം അത് ബാധിക്കും നമ്മൾ ചിന്തിച്ചു. എന്നാൽ സഹനങ്ങൾ വരുമ്പോൾ ദൈവം എപ്രകാരമാണ് നമ്മൾ ഇടപെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചില പ്രാർത്ഥനകളും നിയമങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അപ്രകാരമാണ് ഇടപെടുന്നത് നമുക്ക് നോക്കാം. പ്രാർത്ഥനകളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ 3 വിധത്തിലാണ് ദൈവവും ഇടപെടുന്നത്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ ചില പ്രാർത്ഥനകളും ദൈവങ്ങളൊക്കെ ദൈവത്തോട് സമർപ്പിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് ആ പ്രാർത്ഥനകൾ കേൾക്കും, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലും ചില ആവശ്യങ്ങളുടെ നിമിഷങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനകളൊക്കെ കേൾക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും കാത്തിരിക്കുവാനായിട്ട്. വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാത്തിരിക്കുന്ന ഒത്തിരി വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ പിതാവാരാണ്? അബ്രഹാം. അബ്രഹാം കാത്തിരുന്ന് എത്ര വർഷമാണ് ഒരു കുഞ്ഞിന് വേണ്ടി? എത്ര വർഷം കാത്തിരുന്നു? 75-ാമത്തെ വയസ്സിലാണ് അബ്രഹാത്തിന് എടുത്ത് പറയുന്നത് ഒരു കുഞ്ഞിനെ നൽകാമെന്ന്. പക്ഷെ 99-ാമത്തെ വയസ്സ് വരെ അബ്രഹാം കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ദൈവം ഇസ്ഹാക്കിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ ജോബ്, പഴയ നിയമത്തിലെ ജോസഫ് തന്റെ സഹോദരങ്ങളെയും പിതാവിനെയൊക്കെ തന്റെ സഹോദരങ്ങൾ വെക്കുമ്പോൾ, ഫറവോയ്ക്ക് വെക്കുമ്പോൾ വീണ്ടും തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഏതാണ്ട് 35 വർഷക്കാലം ജോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നുള്ളതാണ്. പ്രതീക്ഷയോടെയാണ് ജോസഫ് കാത്തിരിക്കുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കാനാദേശത്തേക്ക് പോകുമ്പോൾ എത്ര വർഷമാണ് അവർ കാത്തിരുന്നത്? 40 വർഷക്കാലമാണ് അവർ കാത്തിരുന്നത്, ദൈവം വാഗ്ദാനം ചെയ്ത കാനാദേശത്തേക്ക് എത്തുവാനായിട്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്തസ്രാവക്കാരിയ സ്ത്രീ 12 വർഷമാണ് അവൾ കാത്തിരുന്നത്. ആ രോഗി 12 വർഷത്തോളം അവൻ കാത്തിരുന്നു എന്നുള്ളതാണ് സുഖം പ്രാപിക്കുവാനായിട്ട്. ഇപ്പോൾ ചില പ്രാർത്ഥനകളിൽ ദൈവം കാത്തിരിക്കുവാനായിട്ട് പറയും. എല്ലാ പ്രാർത്ഥനകളും പെട്ടെന്ന് ഉത്തരം ലഭിക്കണമെന്നില്ല. ആ പ്രാർത്ഥനകളിൽ ഒരുപക്ഷെ നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുമ്പോൾ നമ്മൾ പറന്നു പോയാലും ഓർത്തിരുന്ന് കൃത്യസമയത്ത് ഇടപെടുന്ന ഒരു ദൈവം നമുക്ക് കൂടെയുണ്ടെന്ന് അറിയുക. ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. മൂന്നാമതായിട്ട് പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഒട്ടും കേൾക്കപ്പെടാതെ പോകും. ഒരുപക്ഷെ നമ്മൾ ഓർക്കും ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട്
അത്രത്തോളം ദൈവത്തോട് ചേർന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഈ സഹനങ്ങൾ വരുന്നത്? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ചേർന്ന ഒരു പെൺകുട്ടി, പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു മരണം, അല്ലെങ്കിൽ രോഗപീഠം, തന്റെ അപ്പത്തിനുണ്ടായ രോഗങ്ങൾ അവളെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ്. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്തയിലേക്ക് ആ പെൺകുട്ടി പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് സഹനങ്ങള് പലപ്പോഴുമൊക്കെ ദൈവം പോലും ഉപേക്ഷിച്ചു എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരും. ഈ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ വചനത്തിലൂടെ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവം നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. ക്രിസ്തുനാഥൻ പോലും ഗെത്സമനെ തോട്ടത്തില് ചോര വിയർത്ത് പ്രാർത്ഥിച്ചു നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പോലും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്, പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം നിന്ന് എടുത്തു മാറ്റണമേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. ഇത്രത്തോളം തീക്ഷ്ണമായിട്ടാണ് യേശുനാഥൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, തന്നെ സഹനങ്ങളെ എടുത്തു മാറ്റുവാനായിട്ട്. ഇത് എടുത്തു മാറ്റുന്നുണ്ട്. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ മാലാഖമാരെ അയച്ച് ശക്തിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് മാലാഖമാരെ അയച്ച് ക്രിസ്തുനാഥനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 12 അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താൻ തകർന്നു പോകുന്ന വേദനകളിൽ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് വന്നവനാണ് പൗലോസ് അപ്പോസ്തലൻ. ദമാസ്കസിലെ യാത്ര വഴിയിലാണ് ക്രിസ്തുനാഥൻ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് വന്നവൻ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തീക്ഷണതയോടെ പോയവൻ. ഇടയിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന 3 പ്രാവശ്യമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, തന്റെ സഹനത്തെ, തന്റെ ഉള്ളിനെ എടുത്തു മാറ്റുവാനായിട്ട്. എന്നാൽ ദൈവം എന്താണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്? ആ മുള്ള അവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് എന്റെ കൃപ മതി, ദൈവത്തിന്റെ കൃപ മതി. ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ സഹനങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബം കല്യാണം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു മകനെ ലഭിക്കുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. ഈ മകൻ 3 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ മരണപ്പെട്ടു പോയി ആ ഭവനത്തിലേക്ക് പോകുവാനായിട്ടിടയായി. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ മരണത്തെ അവര് വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവർ പറയുന്ന പ്രകാരമാണ്, പക്ഷെ ഞങ്ങൾക്ക് നോക്കാവുന്നതിനേക്കാളും നല്ല രീതിയിൽ അവൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നല്ലതായിരിക്കും, അതുകൊണ്ടായിരിക്കാം ദൈവം അവനെ വിളിച്ചതെന്ന്. കഴിഞ്ഞ ദിവസം 1 മാസത്തിന് മുമ്പാണ് ഏഞ്ചൽ ആർമി എന്ന് പറഞ്ഞു അവിടെ കുട്ടികളുടെ സംഘടനയുണ്ട്. അതിന്റെ സ്ഥാപനത്തിൽ ആ ഏഞ്ചൽ ആർമി എന്ന ആ ഒരു സംഘടന രൂപീകരിച്ചവിടെ ഒരു മോള് മരിക്കുവാനൊക്കെ ഇടയുണ്ടായി. അവർക്ക് ഏതാണ്ട് 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. കോഴിക്കോട് വെച്ചാണ് ഒരു ആക്സിഡന്റ് നടക്കുന്നത്. ഇപ്പോൾ ആക്സിഡന്റ് പറ്റി ആ വെന്റിലേറ്ററിലാകുന്നു, ആശുപത്രിയിലാകുന്നു. ലോകം മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനകളെല്ലാം വിഫലമാവുകയാണ്, മരണപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഈ അമ്മ ഈ കുഞ്ഞിന്റെ മരണവാർത്ത അറിയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, ഇന്ന് അവരുടെ വിവാഹമാണ്, ദൈവമായിട്ട് അവരുടെ വിവാഹമാണ്. അപ്പോൾ ജീവിതത്തിൽ ചില സഹനങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ അവർ ദൈവത്തിന് അകന്നു പോവുകയാണ്. ആ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപ കൂടി ദൈവം അവർക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വലുതായ ചെറുതും വലുതുമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ തിരിച്ചറിയുക, ആ സഹനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരുമ്പോൾ ആ സഹനത്തോടൊപ്പം ദൈവത്തിന്റെ കൃപ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ കൃപ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര വലിയ സഹനങ്ങളും വേദനകൾ കടന്നു വന്നാലും അതൊക്കെ ഏറ്റെടുക്കുവാനും അതിലേക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഇത്രയും നേരം കേട്ടിരുന്നത് 2 കാര്യങ്ങളാണ് ഇന്ന് കേട്ടത്. സഹനം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകാരമാണ് ബാധിക്കുന്നത്. ഒന്നുകിൽ അത് നമ്മളില്ലാതെ നശിപ്പിച്ചു കളയും, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയും, ദൈവത്തിൽ ആശ്രയിക്കുന്നത് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമതായി സഹനം നമ്മളെ ഒരു പുതിയ പ്രകാശം നൽകി ദൈവത്തോട് കൂടുതൽ ചേർത്ത് നിർത്തും. സഹനം നമ്മളെ ശക്തിപ്പെടുത്തും.
നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും ഇടപെടുന്നത് 3 രീതിയിലാണ്. ഒന്ന്, ദൈവം പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ചില ദൈവം കാത്തിരിക്കുവാനായിട്ട് പറയും. കാത്തിരിക്കാൻ പറയുമ്പോൾ ആ ദൈവം നമ്മോട് കൂടിയുണ്ടെന്ന് തിരിച്ചറിയാം. മൂന്നാമതായിട്ട്, സഹനത്തിന് ഒരു പ്രാർത്ഥനകൾ കേൾക്കപ്പെടാൻ പോകുമ്പോൾ ദൈവത്തിന്റെ മാലാമലയിച്ച് ദൈവത്തിന്റെ കൃപയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയാം. നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ അകന്നു പോകുന്നത്? പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് എന്താണ്? അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കാണുന്ന പ്രകാരമാണ്. ഇത് മജീഷിനെ പോലെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു അതിന് കേൾക്കണം. എക്സാമിന് വേണ്ടി ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു, അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസം പോകും. ജോലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ചില ദുശീലങ്ങൾ, നമ്മുടെ മക്കളുടെ ദുശീലമാകാം, നമ്മുടെ ജീവിതമക്കളുടേതാകാം, അത് മാറി തരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് പറ്റും. പക്ഷെ നമ്മൾ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയും പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു മാർജിൻ ട്രീറ്റ്മെന്റ് നമുക്ക് ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കത്തില്ലേ? അവിടെ ഇഷ്ടമുള്ള സാധനങ്ങൾ മുളകുപൊടി ഉണ്ടാകും, മഞ്ഞപ്പൊടി ഉണ്ടാകും, അരി ഉണ്ടാകും, പയറുണ്ടാകും, പഞ്ചസാര ഉണ്ടാകും, ഉപ്പുണ്ടാകും. അതെല്ലാം ഇങ്ങനെ തിരഞ്ഞെടുക്കും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് പലപ്പോഴും ഒക്കെ നമ്മൾ എന്ത് വരുന്നത്? ഈ ദേവാലയത്തിലേക്കും പ്രാർത്ഥിക്കുവാനൊക്കെ വരുന്നത്. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിക്കണം. അത് കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പലപ്പോഴും ഈ ദൈവത്തെ ഒരു മജീഷ്യനായിട്ട് നമ്മുടെ കാര്യം സാധിച്ചിരുന്ന ഒരാളായിട്ട് മാത്രം കാണുമ്പോഴാണ് പലപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് കാരണമായി തീരുന്നത്. ഒരിക്കലും ഒരു അപ്പൂപ്പന്റെ അടുത്ത് 2 മക്കള് പ്രാർത്ഥിക്കുവാനായിട്ട് വരികയാണ്. 2 ആവശ്യങ്ങൾ പറയാനായിട്ട് വരികയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന അപ്പൂപ്പന്റെ മടിയിരിക്കുന്ന കൊച്ചുമോനുണ്ട്. ഈ കൊച്ചുമോൻ അപ്പൂപ്പന്റെ അരികിലെ മടിയിലിരിക്കുമ്പോഴാണ് ഈ 2 മക്കളും 2 നിയോഗങ്ങളുമായിട്ട് വരുന്നത്. അപ്പൊ ഈ 1ാമത്തെ മകൾ വന്ന് 3ാമത്തെ മകൾ വന്ന് പറയുന്നത് നല്ല മഴ ലഭിക്കുവാനായിട്ടാണ്. എന്നിട്ട് അവൾ പറയുന്ന കാരണപ്രകാരമാണ് എന്റെ ഭർത്താവിന്റെ ജോലി പൂക്കച്ചവടമാണ്. കാരണം പൂക്കൾ നട്ട് അതിനെ വെള്ളം ഒഴിച്ച് അത് തുക നൽകുമ്പോൾ അത് ചന്തയിൽ കൊണ്ടുപോയിട്ടാണ് അവര് വിറ്റ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നല്ല മഴ ലഭിക്കുവാനായിട്ടാണ് മൂത്ത മകൾ എന്ന് പറയുന്നത്. ഇതിനുശേഷം 2ാമത്തെ മകൾ എന്ന് പറയുന്നത് നല്ല വെയിൽ ലഭിക്കുവാനായിട്ട്. അവള് പറയുന്ന കാരണം തന്റെ ഭർത്താവിന്റെ ജോലി ചുടുകട്ടയിലാണ്. ചുടുകട്ടയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈ തൊഴിലുകൾ ഉണക്കുവാനും അത് ചന്തയിൽ കൊണ്ട് വെക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് കേട്ട് നിൽക്കുന്ന ഈ കൊച്ചുമകൻ ഈ അപ്പൂപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പൂപ്പൻ ആരുടെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത്? കാരണം 2 പേരും വ്യത്യസ്തമായ നിയമങ്ങളാണ് പറയുന്നത്. ഒരാൾ വന്നിട്ട് പറയുന്നത് മഴ പെയ്യുവാനും, മറ്റൊരാൾ പറയുന്നത് വെയിലുണ്ടാക്കുവാനായിട്ട്. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ്? ഇതൊരു 2 പ്രാർത്ഥനയും ദൈവസന്നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നൽകത്തില്ല. അപ്പൊ ആരുടെ പ്രാർത്ഥനയാണ് ദൈവത്തോട് സമർപ്പിക്കുന്നതെന്ന് ഈ കൊച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കുന്നതിന് മറുപടി പ്രകാരമാണ് പ്രാർത്ഥന ചെയ്യുന്നത് മഴയത്ത് ചൂടുന്നൊരു കുട പോലെയാണ്. കുട ചൂടി എന്ന് പറഞ്ഞുകൊണ്ട് മഴ പെയ്യാതിരിക്കുന്നില്ല, മഴ പെയ്തുകൊണ്ടേയിരിക്കും.
പക്ഷെ ഈ മഴയത്ത് മുന്നോട്ട് നടന്നു പോകുവാനുള്ള ഒരു ആത്മബലം ഈ കുട നൽകുന്നുണ്ട്. കാരണം ഈ പെയ്യുന്ന മഴകളൊന്നും എന്റെ ദേഹത്തേക്ക് പതിക്കുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ പ്രാർത്ഥന ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. മഴയത്തിലുള്ളതൊരു കുട പോലെയാണ്. ഈ മഴയത്തിലുള്ള കുട പോലെയാണ് പ്രാർത്ഥന ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും വരാതിരിക്കുകയില്ല എന്നുള്ളത്. മറിച്ച് ജീവിതത്തിലേക്ക് ആ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ആ സഹനങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആത്മബലവും കരുത്തും നിങ്ങൾ പ്രാർത്ഥന നൽകുന്നുണ്ട്. പ്രാർത്ഥന ചെയ്യുന്നത് അതാണ് തിരിച്ചറിയുക. നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന ചെയ്യുന്നത്. ജീവിതത്തിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരാതിരിക്കുന്നില്ല. നമ്മൾ കുട ചൂടുകൊണ്ട് മഴ പെയ്യാതെ ഇരിക്കുന്നില്ല, മഴ പെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ കുട നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്. കാരണം ഈ പെയ്യുന്ന മഴകളൊന്നും എന്റെ ദേഹത്തേക്ക് വരികയില്ല. നീ സുരക്ഷിതമായി ഞാൻ എത്തേണ്ട സ്ഥലത്തേക്ക് എനിക്ക് ഈ കുടയുടെ സഹായത്താൽ പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥന ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സകലങ്ങളും ദുഃഖങ്ങളും വരാതിരിക്കുകയൊന്നുമില്ല. മറിച്ച് ഈ കുട നൽകുന്ന സംരക്ഷണം പോലെ പ്രാർത്ഥന വഴി ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണ വലയം നമുക്ക് ചുറ്റും വരികയാണ്. ആ സഹനത്തെ തരണം ചെയ്യുവാനായിട്ട്, ആ വേദനയെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള വലിയൊരു കൃപ, വലിയൊരു ബലം നമുക്ക് നൽകുന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന മധു എന്ന ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം 42 വയസ്സോളം പ്രായം വരും. കട മേടിച്ച് 2 മക്കളുണ്ട്. മൂത്ത മക്കള് നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞ്, ഇളയ മകൻ IT പഠിക്കുകയാണ്. ഒരു ഹിന്ദു വിശ്വാസിയാണ്. കച്ചാനത്താണ് വീട്. ദൈവത്തെ പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല, ക്രിസ്തുവിനെ പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. പെട്ടെന്നാണ് അച്ഛൻ്റെ 38ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വരുന്നത്. സ്ട്രോക്ക് വന്ന് പരിമള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ മരണത്തിന് തുല്യമായിട്ട് ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയാണ്. അച്ഛൻ തന്നെ പറയുന്നതിന് മരണത്തിന് കൺമുൻപിൽ കാണുന്നുണ്ട്. ആ സമയത്താണ് ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുവാനായിട്ട് ഇടയാകുന്നു. സിസ്റ്റർ ഈ മധുവെന്ന് ഞങ്ങളോട് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്. ഇത് പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് യേശുവിന്റെ തിരുരക്തത്താല് നിന്നെ വിശുദ്ധീകരിക്കണമേ എന്ന്. യേശുവിന്റെ തിരുരക്തത്താല് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന്. യേശു എന്തോന്നോ യേശുവിന്റെ തിരുരക്തം എന്തോന്നോ അറിഞ്ഞുകൂടാത്തൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്ത ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പയ്യെ പയ്യെ തന്റെ രോഗപീഠങ്ങളിൽ നിന്ന് വിമുക്തനായി തിരികെ വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ സ്ട്രോക്ക് വന്ന് തളർന്നുപോയ ആ ചേട്ടൻ പയ്യെ നടക്കുവാനായിട്ട് തുടങ്ങി. 1 വർഷത്തിന് ശേഷം പയ്യെ നടന്നു തുടങ്ങി. ഇപ്പോഴും ആ ചേട്ടൻ നടക്കുമ്പോൾ ഒരു കാല് വലിച്ചാണ് നടക്കുന്നത്. നമ്മളിവിടെ നിന്ന് ആ മാളിക വരെ നടക്കാനായിട്ട് നമുക്ക് 1-2 മിനിറ്റ് മതി. ഈ ചേട്ടൻ ഇവിടെ നടന്നവരെ പോകണമെങ്കിൽ ഏകദേശം 5 മിനിറ്റ് എടുക്കും. കാരണം അത്രത്തോളം കാല് വയ്യാത്ത ഇപ്പോഴും വയ്യ, ഒരു കൈക്ക് ഇപ്പോഴും വലിയ സ്വാധീനമില്ല. ഇപ്പോഴും കറ്റാനം മലങ്കര പള്ളിയുടെ ദേവാലയത്തിന് മുമ്പിൽ ഒരു ചെറിയ ലോട്ടറി കടയിലേക്കാണ് ഈ ചേട്ടൻ ജീവിക്കുന്നത്. പക്ഷെ അന്ന് പറഞ്ഞു കൊടുത്തൊരു വിശ്വാസം, ആ സിസ്റ്റർ പറഞ്ഞു കൊടുത്ത വിശ്വാസം ആ ചേട്ടൻ വല്ലാതെ ബലപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നീട് രോഗസൗഖ്യമൊക്കെ ലഭിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവങ്ങളിൽ പങ്കെടുക്കും. ഇപ്പോഴും ക്രിസ്ത്യാനിയായിട്ടില്ല, ഇപ്പോഴും കുർബാന സ്വീകരിക്കത്തില്ല. കുർബാന സ്വീകരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. എന്നാലും ചേട്ടൻ ആ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വലിയൊരു വിശ്വാസിയാണെന്നുള്ളതാണ്. ആ ചേട്ടൻ എല്ലാ ദിവസവും മുടങ്ങാതെ എന്തെങ്കിലും മലങ്കര പള്ളിയിൽ അല്ലെങ്കിൽ അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്ക് വരും. എല്ലാ ദിവസവും മുടങ്ങാതെ വരും. ചേട്ടൻ ലോട്ടറി കടയുടെ ഫ്രണ്ടിൽ എല്ലാ ദിവസവും ഒരു വചനം എഴുതി കുട്ടിക്കുമാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വചനം എഴുതി ആ ലോട്ടറി കടയിൽ ഒട്ടിക്കും. എന്നിട്ട് പറയുന്നത്, ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമാണ്. അവിടെ 3 ദേവാലയങ്ങളാണ് അടുത്തടുത്തുള്ളത്. ഒന്ന് മലങ്കര, ഒന്ന് നമ്മുടെ കത്തോലിക്ക ദേവാലയമുണ്ട്, ഒന്ന് ഓർത്തഡോക്സ് ദേവാലയമുണ്ട്. ഈ 3 ദേവാലയത്തിലും ഈ ചേട്ടൻ മുടങ്ങാതെ പോകും. ഈ 3 കുരിശടിയിൽ വന്ന് പ്രാർത്ഥിക്കും. ഈ 3 ദേവാലയത്തിലെ തിരുനാളുകൾ അതുപോലെ തന്നെ വചനപ്രഘോഷണം ഉണ്ടാകുമ്പോൾ മുടങ്ങാതെ ഒക്കെ പ്രാർത്ഥിക്കും. താൻ അനുഭവിച്ച എന്നിട്ട് പറയുന്നത്, എനിക്ക് ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കൃപ എന്തെന്ന് ഞാൻ തിരിച്ചറിയുന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പോഴും നടക്കാനായിട്ട് ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കാനായിട്ട് കൈക്കോ സൗജന്യങ്ങൾ കുറവുള്ള ഒരു വ്യക്തിയാണ്.
എന്നിട്ടും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഒരു കുറവുമില്ല എന്നുള്ളത്. കാരണം പറയുന്നത്, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആ ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അത് സിസ്റ്റർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ ഒത്തിരി സംഗതികളുടെ വേദനയോടൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥന ഒരിക്കലും നിർത്തുന്നില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണം കൂടെയുണ്ടെന്നും താൻ ക്രിസ്തു മതത്തിലേക്ക് വരുന്നു, ക്രിസ്ത്യാനിയാകുമെന്ന്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമെന്നൊക്കെ പറയുമ്പോഴും ചില പറയുന്നത് എന്റെ മക്കളും എന്റെ ജീവിത പങ്കാളിയൊന്നും ആ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവർ ദേവാലയത്തിൽ വരും, പ്രാർത്ഥിക്കും. പക്ഷെ ആ ഒരു വിശ്വാസത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരും. ഒരുമിച്ച് ആ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സന്നദ്ധരാകുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പലപ്പോഴുമൊക്കെ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോ ഈ വിശ്വാസവും ഇല്ലാതെ പോകുന്നു. ആ ഒരു വിശ്വാസത്തിലേക്ക് തിരികെ വരുവാനായിട്ടാണ് ഈ ഒരു തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു വർഷം ഫ്രാൻസിസ് അസീസിയുടെ ഒരു വർഷത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ അസീസിയുടെ ജീവിതവും നമുക്ക് കാണിച്ചിരുന്ന വലിയൊരു മാതൃകയാണ്. യേശുനാഥനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുനാഥന്റെ പാതയിലേക്ക് വന്നൊരു വലിയൊരു വിശുദ്ധനാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതമൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളവരാണ്, നമുക്ക് അറിയാവുന്നവരാണ്. പക്ഷേ ആ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായിട്ട് ആ ജീവിതം മാറ്റിവെച്ച് എന്നുള്ളത്. ഇപ്പോൾ ഈ വിശുദ്ധന്റെ ഈ മഹാജൂബിലി ആഘോഷിക്കുമ്പോൾ, ഈ പ്രത്യേകമായ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ വലിയ മാതൃക നമ്മളെല്ലാവരും പിന്തുടരണം. ആ ഒരു വിശ്വാസത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഒക്കെ എന്ത് പറ്റും, നമ്മുടെ വിശ്വാസം തകർന്നു പോകും, പ്രാർത്ഥനകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദൈവത്തെ കാണുന്നത് ഒരു മജീഷ്യനെ പോലെയാണ്. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു വ്യക്തി മാത്രമായി ചുരുങ്ങുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദിവസത്തിൽ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ നമുക്ക് അത് ലഭിക്കാതെ വരുമ്പോഴും ദൈവത്തോട് വിശ്വാസം ഒരിക്കലും അല്ലെന്ന് പോകരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ആ പ്രാർത്ഥനകളും ദൈവങ്ങളൊക്കെ സാധിക്കാൻ വരുമ്പോൾ ഓർക്കുക, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും മഗ്ദല മറിയത്തിന് സംഭവിച്ചതുപോലെ, എബ്രാഹൂസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ, പത്രോസിനും യോഹന്നാനും സംഭവിച്ചതുപോലെ കൂടെയുള്ള ദൈവ സാന്നിധ്യം കാണാനോ അനുഭവിക്കാനോ പറ്റാതെ തോന്നിയത് കൊണ്ടാണ്, അവരുടെ കണ്ണുനീര് കൊണ്ടാണ്, അവരുടെ ഭയം കൊണ്ടാണ്, നാളെ കുറിച്ച് ആകുലത കൊണ്ടാണ് അവരുടെ കൂടെ നടന്ന് അവരുടെ ഒപ്പമുള്ള ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. തിരിച്ചറിയുക, നിങ്ങളുടെ കൂടെ നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട്, ശക്തിപ്പെടുത്തുവാനായിട്ട്, നിങ്ങൾ ജന്മം നൽകി നിങ്ങൾ കാത്തുപരിപാലിക്കുന്ന ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങളും ദൈവങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം തീർച്ചയായിട്ടും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ചിലപ്പോൾ കാത്തിരിക്കാനായിട്ട് പറയുന്നു, ചിലപ്പോൾ ദൈവത്തിന് കൃപ നൽകി ആ സഹനത്തെ ഏറ്റെടുക്കുവാനായിട്ട് നമ്മുടെ ബലവും ശക്തിയും നൽകുമെന്നുള്ളതാണ്. എല്ലാവർക്കും കടകളായിരിക്കാം ഒരു നിമിഷം ഇരു കരങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവമേ, ഈ ജൂബിലിയോടനുബന്ധിച്ച് ദേവാലയത്തിലായിരിക്കുമ്പോൾ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. നിരവധിയായ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ് നമ്മളൊക്കെ. ജീവിതത്തിൽ ചില സഹനങ്ങൾ വന്നപ്പോൾ എൻ്റെ വിശ്വാസം തകർന്നു പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ട്. എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തിനുണ്ട് ഈ പ്രാർത്ഥിക്കേണ്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട്. ചില സഹനങ്ങൾ പുതിയ പ്രകാശം നൽകി, അദൂതപുത്രന് നൽകിയതുപോലെ ദൈവത്തിലേക്ക് തിരികെ വരണമെന്ന്, ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണമെന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തുകയും നൽകി. ചില സഹനങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയാണ് ചെയ്തത്. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയിക്കണം, ചില രോഗപീഠനങ്ങൾ, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പ് തന്നെ,
ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ക്രിസ്തുനാഥൻ ഗെത്സമേൻ തോട്ടത്തിൽ ചോര ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മാലാഖയച്ച് ദൈവപിതാവ് ശക്തിപ്പെടുത്തിയതുപോലെ പൗലോസപ്പോസ്തലൻ തന്റെ മുള്ളെടുത്തു മാറ്റുവാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിനക്കെന്റെ കൃപ മതി എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തിയതുപോലെ ജീവിതത്തില് ചില സഹനങ്ങളില് ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളില് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ മാലാഖമാരാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നു. പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. ഏതൊരു പ്രാർത്ഥനയും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിന് ദൈവം ഉത്തരം നൽകുന്നുണ്ടെന്ന് തിരിച്ചറിയുക. അതെ, ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇവിടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കാം, ഇവിടെ കുടുംബത്തെ, ഇവിടെ ഇടവകെ, ഇവിടെ പ്രിയപ്പെട്ടവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിക്കാൻ എല്ലാവർക്കും എഴുന്നേറ്റതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഗാനം ആലപിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ കൂടുതൽ നന്മയിലുള്ളവരായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.